എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം ഈ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ് എന്താണ്. ഒരു വലിയ മാറ്റമാണ്, ഒരു യാത്രയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റമാണ് നിങ്ങൾക്ക് നിലവിൽ വരാൻ പോകുന്നത്. ഒന്ന് ജോലി, സമ്പത്ത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ജേണി. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന എന്താണോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണോ അതിലേക്കാണ് നിങ്ങളുടെ യാത്ര. ഓക്കെ, ഒരു മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് അധികാരങ്ങൾ വരാൻ പോകുന്നു. ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, യാതൊരു തീരുമാനമെടുക്കുവാനും സാധിക്കാതെ നിങ്ങൾ സ്ട്രഗിൾ സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അധികാരങ്ങൾ ലഭിക്കുന്നു, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ നിങ്ങൾ അലഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ പിറകെയാണോ അവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ചില വ്യക്തികളെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ, ചില സാഹചര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ തകർച്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നതെങ്കിൽ, മാനസികമായും ശാരീരികമായും നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചത് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുന്നു. പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിനെ അതിജീവിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് കോയിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? സമൃദ്ധിയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ചതിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ജോലി സ്ഥലത്തായിരിക്കും, സാമ്പത്തികപരമായിട്ടായിരിക്കാം, നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. നിങ്ങൾ അത്രത്തോളം പെയിൻ സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണമാണെങ്കിലും ശരി തന്നെ, പദവിയാണെങ്കിലും ശരി തന്നെ, അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇവിടെ കൂടെ നിന്ന് നിങ്ങളെ മൈൻഡ് ഗെയിം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ, നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചില വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഉയർത്തി മാനിക്കാൻ പോകുന്നത് ഉള്ള ഒരു എനർജി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, സെപ്റ്റംബർ മാസത്തിൽ എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്? ബ്ലോക്ക് ആയിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പല വ്യക്തികളും നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കത് ലഭിക്കത്തില്ല, അത് നിങ്ങൾക്ക് ചേർന്നതല്ല, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ആയിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ അതിജീവിച്ച് ആ ബന്ധനങ്ങളെല്ലാം കടത്തി നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ച ശക്തിയുടെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഓക്കെ, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്പിരിച്വൽ കണക്ഷൻ ഉള്ളവരായിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കുറച്ച് അധികം ഇടപെടേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ബ്ലോക്കായി പോയിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് ബ്ലോക്ക് ആയത്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജിയാലാണോ ബ്ലോക്ക് ആയത്, അത് റിലീസാകുന്നതിന് നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്പിരിച്വലി കണക്ഷൻ ആകുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള അഗ്നി നിങ്ങളിലേക്ക് ഇറങ്ങും. ആ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിലുള്ള ബ്ലാക്ക് മാജിക് എല്ലാം ചിതറിപ്പോയിക്കോളും. അതിന് യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു കവചമാണ്. ബ്ലാക്ക് മാജിക്കും ദൃഷ്ടിദോഷങ്ങളും വിളിച്ചുദോഷങ്ങളും പ്രാക്കും ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷനോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി കണക്ഷൻ ആകുക.
പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ശക്തി നിങ്ങൾക്ക് ഈ ബ്ലോക്കുകളെല്ലാം മാറ്റി തരുന്നതായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എംപ്രസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസിങ്ങൾ വരാൻ പോകുന്നു. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസിങ്ങിലേക്ക് വരുന്നു. വളരെ ഗ്രോത്താണ് നിങ്ങൾ തേടിയെത്താൻ പോകുന്നത്. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വ്യക്തികളുടെ ഇടയിൽ നിങ്ങളെ നല്ല രീതിയിൽ ഭിന്നിപ്പിച്ച് നിങ്ങളെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരും. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സൽ സ്പിരിച്വലി കണക്ഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ഗ്രന്ഥങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ കടന്നു പോകുക. തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്നതാണ്. നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. നിങ്ങൾക്ക് അത് ബാലൻസ് ആകുന്നു. ഇതുവരെയും നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്നതായിട്ടുള്ള നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നശിപ്പിച്ചതായിട്ടുള്ള എന്ത് തന്നെയാണോ അതെല്ലാം ബാലൻസിങ്ങിലേക്ക് വരുന്നു. പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സെപ്റ്റംബർ മാസം നിങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്രിൻസസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, ഒരു വലിയ മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്തുന്നത്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ പറ്റിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ചോർത്തെടുക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നു. അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളില്ല, ഇത്രയും നാളായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫെർട്ടിലിറ്റിക്കുള്ള സാധ്യത ഇവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ മാസം ഏറ്റവും അനുഗ്രഹമായി തീരുന്നതായിട്ടാണ് കാണുന്നത്. ദ ചാരിയറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ചാരിയറ്റ് വന്നിരിക്കുന്നത്? എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സെപ്റ്റംബറിൽ ഉണ്ടാകുന്നത്? ഓക്കെ, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ജോലിയാകാം, സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പ് ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന ഗ്രഹണത്തിന് ഒരു അവസാനം വന്നിരിക്കുന്നു. അത് മാറിപ്പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. സണ്ണിൻ്റെ എനർജി. അന്ധകാരം വന്ന് സൂര്യനെ മറച്ചു വെച്ചിരുന്നെങ്കിൽ ആ സൂര്യൻ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. വിശ്വസിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സർവ്വ വ്യക്തികളും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാം ഒരു ഡാർക്ക് കാർഡാണ്. ഓക്കെ, ഒരു രീതിയിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പല വ്യക്തികളും നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്കൊരു അപകടഘട്ടം വന്നപ്പോഴത്തേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് വളരെ സാഹസികവും അതുപോലെ തന്നെ വളരെ ദുർഘടവുമായിട്ടുള്ള വഴികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സഹായത്തിന് വേണ്ടി നിങ്ങൾ ആരുടെ പിറകെ ചെന്നിരുന്നാലും അവരെല്ലാം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് മറ്റു ചില വ്യക്തികളുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കത്തികൾ കുത്തിയിറക്കുന്ന വേദനകളും വാക്കുകളും ചില വ്യക്തികൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവരിൽ നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്ലോക്കുകളാണ് വന്നിരിക്കുന്നത്. എവിടെ നിങ്ങൾ കൈനീട്ടിയിരുന്നാലും നിങ്ങൾക്ക് ബ്ലോക്കാണ്. എവിടെ നിങ്ങൾ സ്നേഹം കൊടുത്തിരുന്നാലും അവിടെയെല്ലാം ബ്ലോക്കാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെല്ലുമ്പോഴെല്ലാം അവിടെയെല്ലാം നോ എൻട്രി എന്ന് പറഞ്ഞ് നിങ്ങളെ പുറത്താക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായും സാമ്പത്തികപരമായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നു. അധികാരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് ഊർജ്ജത്താൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു.
റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കുന്നു. ഒരു വിധത്തിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ ആരും സഹായിക്കാനോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ വീണിരിക്കുന്നത്. ഒന്നും മാറി ചലഞ്ചുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ജീവനും മരണത്തിനും ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങളെ ചതിക്കുന്നു. കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. നിങ്ങൾ എത്രത്തോളം അതിന് എഫോർട്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു. സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങളിലേക്ക് നെഗറ്റീവ് തോട്ടുകൾ കാരണം യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷനിലേക്ക് കടന്നു പോകാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനാണോ നിങ്ങളുടെ ലൈഫിലുണ്ടതെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് വരുന്നത്. ഓക്കെ, ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു മെൻ്റൽ സിറ്റുവേഷനിൽ നിന്നെല്ലാം പുറത്തു വരുന്നതിന്, നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ടാരോ കാർഡ് പഠിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് ടാരോ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റെക്കി ഹീലിംഗിന് താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.